പിടിക്ക് വണ്ടി ഓഫാക്ക്. നമ്മളെ നാട് എന്ന് പറഞ്ഞാലേ നമുക്കൊക്കെ ഒരു അഭിമാനമായിരിക്കും അല്ലേ. എന്നൊരു നാടിന്റെ പേരിൽ നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം നാട്ടുകാരാണ് ഞങ്ങൾ. പറഞ്ഞു കൊണ്ടുവരുന്നത് ചെറിയമുണ്ടം പഞ്ചായത്തിനെ കുറിച്ചിട്ടാണ്. ചെറിയമുണ്ടം പഞ്ചായത്തിൻ്റെ പ്രധാന റോഡാണ് ഈ കാണുന്നത്, അതായത് ബംഗ്ലാംകുന്ന് ടു മീശപ്പടി റോഡ്. ഈ റോഡിലെ എല്ലാ ഭാഗത്തും ഇതാണ് അവസ്ഥ. ചെറിയമുണ്ടം പഞ്ചായത്തിലെ ഒരു റോഡിൻ്റെ മാത്രം അവസ്ഥ അല്ലത്, ചെറിയമുണ്ടം പഞ്ചായത്തിലെ എല്ലാ റോഡും ഇതന്നെയാണ് അവസ്ഥ. ഇതെല്ലാം പഞ്ചായത്ത് കാണുന്ന സമയത്ത് പഞ്ചായത്തിന് പറയാനുണ്ടാവല് ഇത് പഞ്ചായത്തിൻ്റെ ഫണ്ടല്ല, ഇത് MLA ഫണ്ടാണ്, MP ഫണ്ടാണ്, ഏത് വെല്ലിപ്പാൻ്റെ ഫണ്ടാണെന്നുണ്ടെങ്കിലും ഇത് ഞങ്ങളായ ജനങ്ങൾക്കുള്ള റോഡാണ്. ഇത് നന്നാക്കൽ പഞ്ചായത്തിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അതായത് നമ്മളൊക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് വയറിങ്ങേരനാണ് ചെയ്യേണ്ടത്, അത് വയറിങ്ങിൻ്റെ പ്രശ്നമാണ്, അവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ പ്രശ്നമാണ് പ്ലംബിങ്ങേർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കല്ലോ നമ്മൾ ചെയ്യല്. എന്താണോ പ്രശ്നം അത് ശരിയാക്കേണ്ടത് ആരാണോ അവരെ കൊണ്ട് അത് ശരിയാക്കിക്കുക എന്നുള്ളത് ആ ഒരു വീട്ടുകാരൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പോലെ തന്നെ പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ വെറും കോഴിക്കുട്ടികളെ കൊടുക്കാനും വാഴക്കന്ന് കൊടുക്കാനുള്ള വാഴകളായി മാറരുത് നമ്മളെ പഞ്ചായത്ത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങൾക്കൊരു MLA ഉണ്ട്, ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA മന്ത്രിയും കൂടിയാണ്. ഞങ്ങളെ MLA നാട് നീളം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മെസ്സിനെ കൊണ്ടുവരും, അർജന്റീനനെ കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട MLA മെസ്സിനെയും അർജന്റീനനെയും കൊണ്ടുവരുന്നതിന് മുന്നേ നിങ്ങൾ ജയിപ്പിച്ചിട്ടുള്ള, നിങ്ങളെ MLA ആക്കിയിട്ടുള്ള നിങ്ങളെ മണ്ഡലത്തിലെ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതൊന്ന് നന്നാക്കാൻ നോക്കി, എന്നിട്ട് തള്ളങ്ങൾക്ക്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇതിനൊന്നും പ്രതികരിക്കൂലട്ടാ. കാരണം ആ സാധുക്കളെ വിചാരം ഇത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ഇത് അവർ ശരിയാക്കും എന്നുള്ളതാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നിന്റെ നാട്ടുകാരോട് പറയാനുള്ളത് ഇതൊരു വാപ്പാൻ്റെ ഔദാര്യമല്ല, നമ്മളൊക്കെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും വാങ്ങിക്കുന്ന തക്കാളി പച്ചമുളക് എന്തിനു മാത്രം പറയണം, നമ്മളിരുന്ന ഷെഡിക്ക് വരെ GST കൊടുത്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ അവകാശമാണ്, നമ്മളിത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അധികാരികളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതിലൊന്നും ഒരു രാഷ്ട്രീയവും ഇല്ലട്ടോ. കാരണം ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്, ഇവിടെ മണ്ഡലം ഭരിക്കുന്നത് LDF ആണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടിക്കാണ്ട് ഇതിൽ പെട്ടുപോണത് ഞങ്ങൾ പാവങ്ങളായിട്ടുള്ള ജനങ്ങളാണ്. ചെറിയമുണ്ടം പഞ്ചായത്തിനോടാണ് ഈ ഒരു റോഡ് മാത്രമല്ല ഈ കോലത്തിൽ കിടക്കുന്നത്. റോഡ് മാത്രമല്ല വികസനം വരാത്തത് വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ ഒരു റോഡ് മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് MLA തലയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിച്ചിലാവാമായിരുന്നു. പക്ഷേ ചെറിയമുണ്ടം പഞ്ചായത്തിൽ ഒരൊറ്റ നല്ല റോഡും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇവിടുത്തെ ഓരോ ജനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും നിങ്ങൾ തട്ടിക്കൊണ്ടിരിക്കുന്ന വെട്ടിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതികളെ കുറിച്ചിട്ടും ഓരോ വീഡിയോകളുമായിട്ട് ഞാൻ വരും. ഇതൊരു ഭീഷണിയായിട്ട് നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂട്ടാം. ഇതിനൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് തരാനുള്ള ഇങ്ങോട്ട് തന്നാൽ മതി, നിങ്ങൾക്ക് കക്കാനുള്ള നിങ്ങൾ കത്തും ചെയ്തോളി. ഇത്ര നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം.